5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേന്ദ്ര സർക്കാർ എന്ത് പറയുന്നുവോ അതിന് ഘടകവിരുദ്ധമായി പറയുക എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ കുറച്ചു കാലത്തെ ഫാഷൻ. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടക്കുന്ന ഏത് കാര്യം നടന്നാലും അതിനെ ഒന്ന് നെഗറ്റീവായി കാണുന്ന ഒരു സമീപനവും മമതയ്ക്കും മമതയുടെ പോലീസിനുമുണ്ട്. പക്ഷേ അവിടെ ആനന്ദബോസ് എന്ന് പറയുന്ന CV ആനന്ദബോസ് IAS റിട്ടയർഡ് ആയിട്ടുള്ള CV ആനന്ദബോസ് അവർകളാണ് ഗവർണർ. പക്ഷേ അദ്ദേഹം അവിടെ ഗവർണറായിരിക്കുമ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കൽക്കട്ടയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, 22 വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിനി ഷർമിള പനോളി ജയിലിൽ കിടക്കുകയാണ്. 14 ദിവസത്തെ റിമാൻഡിൽ. എന്തിനാണ് അവർ ജയിലിൽ പോയത്? നമ്മളാണെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് ഏതെങ്കിലും ഒരാളിനെ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയിരുന്ന് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ചത്താലോ കൊന്നാലോ മരിച്ചാലോ അതിലെല്ലാം മതവും ജാതിയും വർഗീയതയും സംഖ്യയും ഒരുപാട് കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയക്കാരും സാംസ്കാരിക നായകരും എഴുത്തുകാരും ഇവിടുത്തെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്ന് വേണ്ട ബഹളമാണ്. ഹമാസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇസ്രായേലിൽ സംഭവിച്ചാൽ, പാലസ്തീനിൽ സംഭവിച്ചാൽ ഒക്കെ എന്തിനു പറയുന്നു, നമ്മൾ ആമസോൺ കാട് കത്തിയാൽ നമ്മൾ ഇവിടെ ഉടൻ തന്നെ ഇന്ത്യ ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരാണ്. അതേസമയം ഷർമിള പനോളി 14 ദിവസത്തേക്ക് ജയിലിൽ കിടക്കുകയാണ്. എന്താണ് അവർ ചെയ്ത കുറ്റം? അവർ ചെയ്ത കുറ്റം ഓപ്പറേഷൻ സിന്ദൂറിന് അനുകൂലമായി ഒരു വീഡിയോ ചെയ്തു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വീഡിയോ യൂട്യൂബറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സുള്ളൊരു പെൺകുട്ടിയാണ്. 22 വയസ്സേ ഉള്ള നിയമവിദ്യാർത്ഥിനിയാണ്. അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മനോഹരമായ കാര്യങ്ങൾ അവർ ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ധാരാളം ആളുകൾ, സോഷ്യൽ മീഡിയ ആണല്ലോ, ഒരുപാട് പേർ കമൻ്റ് ഇടും. അതിൽ കൂട്ടത്തിൽ ഒരു പാകിസ്ഥാനി യുവതിയും ഒരു കമൻ്റ് ഇട്ടു. പാകിസ്ഥാൻ യുവതി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്തിനെ കയറി ശല്യം ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ 26 പേരെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പനോളി ചോദിക്കുന്നുണ്ട്, ഷർമിള ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നുണ പറയുന്നത്? 72 നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ആളുകളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊന്നതിന് ശേഷം, മറ്റുള്ള സമുദായത്തിലും ജാതിയിലും മതത്തിലും പെട്ടവരെ കൊന്നതിന് ശേഷം സ്വർഗത്ത് പോയാൽ 72 ഹൂറികളെ കിട്ടുമെന്നൊക്കെ ഉള്ള മതവിശ്വാസത്തിലെ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ച് നിങ്ങൾ മതം കൂടി ഇളക്കി വിട്ടല്ലേ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ഘോര യുദ്ധം അവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നടന്നു. ആ സോഷ്യൽ മീഡിയ വാറിനെ ചുവട് പിടിച്ചുകൊണ്ട് കൽക്കട്ടയിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നാണ് പനോളി അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ കേസ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് പനോളി ഹരിയാനയിലേക്ക് പോയി. ഹരിയാനയിൽ വെച്ചാണ് ഇത് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു മാധ്യമങ്ങളും ചില ഓൺലൈൻ മീഡിയകൾ ഇത് ചെയ്തു എന്നുള്ളതല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം നിലമ്പൂരിൽ കിടക്കുന്നത് കൊണ്ട് ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിക്കാണുകയില്ല. അവരാരും ഇത് കണ്ടതായും ഭവിക്കുന്നില്ല. എന്തായാലും രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പട്ടി ചത്താലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമുണ്ടായാൽ അത് വടക്കേന്ത്യയിലായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കണം, മറ്റ് രാജ്യങ്ങളിലായിരിക്കണം. നടന്നാൽ വലിയ വാദോരാതെ വലിയ വായിൽ നമ്മൾ വർത്തമാനം പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വലിയ വാർത്തകൾ ചെയ്യുന്ന ആരും ഇത് കണ്ടില്ല. എന്തായാലും ഷർമിള പനോളി 14 ദിവസത്തേക്ക് റിമാൻഡിൽ ജയിലിൽ കിടക്കുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ രാജ്യസ്നേഹത്തിന് അനുഗുണമായ ഓപ്പറേഷൻ സിന്ദൂറിന് എന്നെ ന്യായീകരിച്ചുകൊണ്ട് അത് തെറ്റല്ല, അത് വേണ്ടി വന്നതാണ് ഭാരതത്തിന്, പാകിസ്ഥാന്റെ കയ്യിരിപ്പ് കൊണ്ട് ഭാരതത്തിന് ചെയ്യേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞതാണ് അവർ ചെയ്ത തെറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ 14 ദിവസത്തേക്ക് റിമാൻഡിലാണ്. ഒരാളെ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും റിമാൻഡിലാക്കാൻ ആവശ്യവും അനാവശ്യമായ കേസുകൾ FIR ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ കൽക്കട്ട പോലീസ് മമതാ ബാനർജിയുടെ പാലീസ് ഒന്നുകൂടി FIR ഇട്ടിരിക്കുന്നു. ഒരു പാവം പെൺകുട്ടിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. എന്താണ് തെറ്റെന്ന് ചോദിച്ചാൽ വീണ്ടും പറയുന്നു, അവർ രാജ്യസ്നേഹത്തോടു കൂടിയ, രാഷ്ട്രത്തിൻ്റെ സ്നേഹത്തോടു കൂടിയ, നമ്മുടെ രാജ്യത്ത് 26 കാശ്മീരിൽ വന്ന് 26 പേരെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാനിൽ ഭീകരവാദികൾക്കെതിരെ, ലോക ഭീകരവാദത്തിനെതിരെ പോസ്റ്റ് ഇട്ടു, വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. എന്താണ് ലോകം ഞെട്ടി നിൽക്കുമ്പോഴും ലോകത്തിലെ ആളുകൾ 200ഓളം വരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ 190ലധികം വരുന്ന രാജ്യങ്ങൾ ഭാരതത്തോട് ചോദിക്കും, നിങ്ങൾ എന്ത് ജനാധിപത്യമാണ് ഇവിടെ കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഒരു പെൺകുട്ടി നിങ്ങളുടെ രാജ്യത്ത് നടന്ന ഒരു ഭീകരവാദത്തിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമൻറ്റിന് മറുപടി ഇട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മതനിന്ദയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി മത സംഘർഷത്തിനുള്ള പ്രചോദനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ നാണമില്ലേ എന്ന് ലോകത്തിലെ ആളുകൾ നമ്മോട് ചോദിക്കുമ്പോഴും പാവപ്പെട്ട പെൺകുട്ടി ജയിലിൽ തന്നെ കിടക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വാചാലമാകുമ്പോൾ സത്യസന്ധമായ യഥാർത്ഥമായ കാര്യങ്ങളിൽ നമ്മൾ മൗനമാകുന്നു. ആ മൗനത്തിൻ്റെ പേരാണോ ജനാധിപത്യം?